നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വൈ ഡോണ്ട് വി കെയർ അബൌട്ട് നമ്മുടെ സ്വന്തം നെക്സ്റ്റ് ജനറേഷനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നില്ല? ദ ബെസ്റ്റ് റെസിപ്പി അല്ലേ നമ്മൾ അവിടെ കൊടുക്കേണ്ടത്? നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന സമയത്ത് പോലും പല ആൾക്കാരും അവിടുന്ന് ഒന്ന് തൽക്കാലം മാറി നിൽക്കുന്നതിനെ പറ്റി ആലോചിച്ചു. എന്തുകൊണ്ടത്? ഡസ്റ്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കണ്ടീഷൻ അവിടെ ഒരുപാട് നല്ലതല്ല എന്നുള്ളത് കൊണ്ടല്ലേ. നമ്മുടെ കുഞ്ഞിനെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യം എങ്ങനെയായിരിക്കണം എന്നാ കുഞ്ഞ് ആഗ്രഹിക്കുക? നമ്മുടെ ഡയറ്റ് മോശമായാലോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ രീതികൾ മോശമായാലോ തീർച്ചയായിട്ടും ആ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് വളരെ മോശം എൻവയോൺമെന്റ് ആണ് കൊടുക്കുന്നത്. സാധാരണഗതിയിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മള് ഒരു ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത് കിച്ചണില് അല്ലെ, നമ്മൾ എന്താ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് മെറ്റീരിയൽസ് അല്ലേ ഉപയോഗിക്കുക? അതൊരു സൂപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പനീർ ബട്ടർ മസാല ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, എനിത്തിങ്. അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പേപ്പർ, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് റൈറ്റിംഗ് പാഡ്, അതുപോലെ തന്നെ നല്ല പേന ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നത്. എനിത്തിങ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വൈ ഡോണ്ട് വി കെയർ അബൌട്ട് നമ്മുടെ സ്വന്തം നെക്സ്റ്റ് ജനറേഷനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നില്ല? ദ ബെസ്റ്റ് റെസിപ്പി അല്ലേ നമ്മൾ അവിടെ കൊടുക്കേണ്ടത്, അല്ലേ? ആ റെസിപ്പിയിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു കുഞ്ഞിക്കാൽ ഉണ്ടായാൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കണ്ടാൽ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നു. അവിടെ നമുക്ക് ഒരുപാട് മാറ്റം വരുത്തേണ്ടതുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒത്തിരി സ്റ്റഡീസ് ഉണ്ട് കേട്ടോ. അതിൽ പെർട്ടിക്കുലർലി ഞാൻ 1-2 മാത്രം എടുത്ത് പറയാണ്. ദ റെയിനി സ്റ്റഡി എന്ന് പറയുന്ന സ്റ്റഡിയില് ഓസ്ട്രേലിയയിൽ നടന്നതാണ്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ. അവിടെ ഏതാണ്ട് 1170 പ്രഗ്നന്റ് ലേഡീസിൽ നടന്ന ഒരു സ്റ്റഡിയിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കുറച്ച് പഴയതാണ്. ചിൽഡ്രൻ അവരുടെ ആ ഒരു സ്റ്റഡിയിൽ ആ പ്രഗ്നൻസിയും അതിനുശേഷം ആ കുട്ടികൾക്ക് ഏതാണ്ട് 17 വയസ്സാവുന്നത് വരെയും അത് കണ്ടിന്യൂ ചെയ്തു ആ സ്റ്റഡി. എന്നിട്ട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 19.6% പെൺകുട്ടികളിലും 10.8% ആൺകുട്ടികളിലും ഫാറ്റി ലിവർ ഉണ്ടായിരുന്നുള്ള. ഈ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിൽ ഫാറ്റി ലിവർ ഉണ്ടാകും. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് നോക്കുകയാണെങ്കിൽ ഈ കുട്ടികളിൽ ആദ്യത്തെ 6 മാസം ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിരുന്നുവെങ്കിൽ അവരിൽ ആ ഒരു റിസ്ക്, ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള റിസ്ക് തുലോം കുറവായിരുന്നു. അപ്പൊ പ്രഗ്നൻസിയിൽ അതും ഈ ഇത്രയും പേരിൽ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരിൽ റിസർച്ച് നടന്നിട്ട് അതിൽ തന്നെ ജസ്റ്റ് ഒരു ബ്രസ്റ്റ് ഫീഡിങ് ഫാക്ടർ മാത്രം മാറുമ്പോഴേക്ക് ആ കുട്ടികളിൽ ഇത്രമാത്രം വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷമുള്ള ആ 16 വർഷം കൂടി കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എങ്ങനെയായിരിക്കും അതിന്റെ റിസൾട്ട്, അല്ലെ? ആ ഒരു ഫാറ്റി ലിവർ പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സാധാരണഗതിയിൽ പ്രഗ്നൻസി പീരീഡിൽ മുമ്പ് പഴയ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഭക്ഷണം അല്ലെങ്കിൽ ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ലേഡീസിനോട് പറയുമായിരുന്നു, പ്രഗ്നന്റ് ലേഡീസിനോട്, ഗർഭിണികളോട്. അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പ്രഗ്നന്റ് അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടാനുള്ള അല്ലെങ്കിൽ ശരിയായ ഭക്ഷണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതേസമയത്ത് ഇന്ന് അങ്ങനെയാണോ സ്ഥിതി? അല്ല. ഇന്ന് ഓൾമോസ്റ്റ് 20%-ലധികം സ്ത്രീകളും പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഓൾറെഡി ഒബീസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ന്യൂട്രിയൻ പോർഷനോ അവരുടെ മറ്റ് ദിനചര്യകളിലോ എവിടെയൊക്കെയോ ലാഗ് വന്നിട്ട് അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്, പെർട്ടിക്കുലർലി ഒബിസിറ്റി. അപ്പൊ അവർക്ക് പിന്നെയും കൂടുതൽ കൂടുതൽ ഭക്ഷണം കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രഗ്നൻസി നിലനിർത്തി കൊണ്ടുപോകാൻ തന്നെ കഷ്ടപ്പെടേണ്ടി വരുന്നില്ലേ? പലതരത്തിലുള്ള ടാബ്ലറ്റോ അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അതിനുശേഷം ഉണ്ടാവുന്ന കണ്ടീഷനോ എഗെയിൻ ആ ഒരു കുഞ്ഞിന് പോലും 70%-ലധികം ചാൻസസ് ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ബൈ ബർത്തിൽ തന്നെ ലിവർ ഫാറ്റ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം ഒരു ഒബീസ് ആയിട്ടുള്ള പ്രഗ്നന്റ് ലേഡി എന്താണ് ചെയ്യേണ്ടത്? പ്രഗ്നന്റ് അല്ല, ലേഡി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഒരു ഹെൽത്തി ബോഡി വെയിറ്റിൽ എത്താനും അത് അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനും നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം അത് ഓഫ്സ്പ്രിങ്ങിലേക്ക്, നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യില്ല അത്തരം ഒരു ജീൻ എക്സ്പ്രഷൻ എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. സാർ, കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും അപ്പം ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ, മീൻസ് ഓൾറെഡി നോർമൽ വെയിറ്റിലേക്ക് എത്തുകയും അതിനുശേഷം അത് 1 വർഷത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടികളിലേക്ക് എത്തില്ല. ഞാൻ ഒബിസിറ്റി, ഫാറ്റി ലിവർ ഈ ഒരു കണ്ടീഷനെ പറ്റി മാത്രമാണ് ഇപ്പൊ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ശരി. അതിന്റെ ഒരു സ്റ്റെപ്പ് കൂടി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ സയൻസ് പറയുന്നത് ഏകദേശം 200-ലധികം ജീനുകളുണ്ട്
ഒബിസിറ്റി കൺട്രോൾ ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു പെർട്ടിക്കുലർ ജീൻ ഫാറ്റ് FTO ജീൻ എന്ന് പറയുന്ന ഒരു ജീൻ എടുത്തു കഴിഞ്ഞാൽ ഈ ജീൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് മാസ് ആൻഡ് ഒബിസിറ്റി അസോസിയേറ്റഡ് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഒരു ജീനാണ്. ഫാറ്റ് മാസും അതുപോലെ തന്നെ ഒബിസിറ്റിയും അല്ലെങ്കിൽ ഒബിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഒരു ജീനാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ജീനിന്റെ ഫംഗ്ഷൻ നോർമലി 40% വരുന്നുണ്ട് ഒബിസിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പെക്ടഡ് ടു ബി പ്രഗ്നന്റ് ആവാൻ സാധ്യതയുള്ള, ഗർഭിണി ആവാൻ സാധ്യതയുള്ള ആ ഒരു സ്ത്രീ വെയിറ്റ് കുറഞ്ഞിട്ട് പിന്നെയും കുറച്ച് ദിവസം കൂടി അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് FTO ജീൻ ഒന്ന് നോർമലൈസ് ആവുകയും അതിനുശേഷം അതൊന്ന് തണുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഓവർ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള കാര്യങ്ങളോ പിന്നീട് അവിടെ നടക്കുന്നില്ല. ഇതെന്തായാലും തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിൽ തന്നെ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. ഇപ്പോ FTO ജീൻ പാരന്റിൽ ഒരാളിലുണ്ട്, അച്ഛനുണ്ട്, അമ്മയ്ക്കില്ല എങ്കിൽ കുഞ്ഞിനും ഇതുപോലെ തന്നെ FTO ജീൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്, അല്ലെ? മീൻസ് രണ്ടിൽ നിന്ന് ഓരോന്ന് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടുകയില്ല. അങ്ങനെയാണ് അതിന്റെ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ FTO ജീൻ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിന് അത് എന്തായാലും ഡോർമൻസിയിലെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മീൻസ് അത് ഉണ്ടാവാൻ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ഓൾറെഡി അങ്ങനെ ഒരു FTO ജീൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാരന്റ് ആണെങ്കിൽ അത് കുഞ്ഞിനും അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 3 കിലോ എങ്കിലും വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ 70% ചാൻസസ് ഉണ്ട് ആ കുഞ്ഞ് ഓവർ വെയിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതും ഒരു ഫ്രഞ്ച് സ്റ്റഡിയിൽ പറഞ്ഞതാണ്. സോ ഇതൊക്കെ കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഫീഡിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ നമ്മൾ വളരെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നമ്മള് പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴും ആ ചബ്ബിനെസ് അല്ലെങ്കിൽ ചബ്ബി ചീക്സ് എന്ന് പറയില്ലേ, അത് ചബ്ബി ചീക്സ് മാത്രമല്ല, മൊത്തം ബോഡിയിൽ തന്നെ കൊഴുപ്പ് കാണുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അവിടെ ഒരു ഹെൽത്തി കണ്ടീഷൻ തന്നെ കൊണ്ടുവരണം. തെറ്റിദ്ധരിക്കരുത്, ചബ്ബിനെസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആരോഗ്യകരമായ അവസ്ഥയല്ല. കാണാൻ നല്ല ഭംഗി ഉണ്ടാവാം ഒരു പക്ഷെ, അത് തന്നെ ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകുമ്പോഴേക്ക് വീണ്ടും നമുക്ക് അരോചകമായിട്ട് തോന്നുകയും ചെയ്യും. സോ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചീക്ക് മാത്രമാ സാറേ? അല്ല, ടോട്ടൽ ബോഡിയെ പറ്റി തന്നെയാണ് പറയുന്നത്. ചബ്ബി ചീക്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എക്സ്പ്രഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ചബ്ബിനെസിനെ പറ്റി പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നോർമലി ഒരു കുഞ്ഞിന്റെ ആരോഗ്യം, നമ്മളിപ്പോ കുഞ്ഞിന്റെ ആരോഗ്യം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യത്തിലേക്ക് വരാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫാക്ടറിയുടെ സെറ്റപ്പിലാണ് താമസിക്കുന്നതെന്ന് വിചാരിച്ചു. ആ ഫാക്ടറിക്ക് അടുത്ത് തന്നെ നോർമലി വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും. ഈവൻ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന സമയത്ത് പോലും പല ആൾക്കാരും അവിടുന്ന് ഒന്ന് തൽക്കാലം മാറി നിൽക്കുന്നതിനെ പറ്റി ആലോചിച്ചു. എന്തുകൊണ്ടത്? ഡസ്റ്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കണ്ടീഷൻ അവിടെ ഒരുപാട് നല്ലതല്ല എന്നുള്ളത് കൊണ്ടല്ലേ. നമ്മുടെ നോർമൽ എൻവയോൺമെന്റ് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം തരുന്നുണ്ടെങ്കിൽ, നമുക്ക് അവിടുന്ന് മാറി നിൽക്കാൻ ഒരു റീസൺ ആവുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞിനെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യം എങ്ങനെയായിരിക്കണം എന്നാ കുഞ്ഞ് ആഗ്രഹിക്കുക? തീർച്ചയായും അതിന് വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഡയറ്റ് മോശമായാലോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ രീതികൾ മോശമായാലോ തീർച്ചയായിട്ടും ആ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് വളരെ മോശം എൻവയോൺമെന്റ് ആണ് കൊടുക്കുന്നത്. ആ കുഞ്ഞ് ഇനിയും ജനിച്ചിട്ടില്ല. അപ്പൊ ആ ജനിക്കുന്ന അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് എൻവയോൺമെന്റ് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ, അല്ലേ? ആ ഒരു കൺസെപ്റ്റ് തന്നെ ജസ്റ്റ് ഒന്നുകൂടി ഫർദർ എടുക്കുകയാണ് ഞാൻ. ഒരു പാരന്റിനും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ചില ക്വസ്റ്റ്യൻസ് ആണ് ഒരു പക്ഷെ ഒരു കുഞ്ഞ് ചോദിക്കേണ്ടി വന്നതെങ്കിൽ അവിടെ നമുക്ക് ഇല്ലാതാവേണ്ടി വരും. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിപ്പിൽ ഞാൻ ഇല്ലാതായി എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? ആ ഒരു രീതിയിലേക്ക് 1-2 ചോദ്യങ്ങളില്ല. നിങ്ങൾ എന്തുകൊണ്ട്, ഒരു കുഞ്ഞ് അതിന്റെ പാരന്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഈ ഭൂമിയിലേക്ക് ഇത്ര നേരത്തെ കൊണ്ടുവന്നു? ഒരല്പം കൂടി ആരോഗ്യം വന്നതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ആരോഗ്യം വന്നതിന് ശേഷം എന്റെ ഈ ഭൂമിയിലേക്ക് വരുന്നതിനെ പറ്റി ചിന്തിച്ചാൽ പോരായിരുന്നോ? ആസ് എ ചൈൽഡ്, ഞാനൊരു കുഞ്ഞായിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കറിയില്ല, ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ഒരുപാട് പഠിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും വിദ്യാഭ്യാസമുള്ള അച്ഛനമ്മമാരല്ലേ, നിങ്ങളെങ്കിലും മനസ്സിലാക്കേണ്ടേ എന്ത് കഴിക്കണം, എപ്പോ എക്സസൈസ് ചെയ്യണം, എപ്പോ ഉറങ്ങണം എന്നൊക്കെ നിങ്ങളല്ലേ എനിക്ക് പറഞ്ഞു തരേണ്ടത് എന്നൊരു ചോദ്യം ആ കുഞ്ഞ് ചോദിക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഐ ഹാവ് ദ റൈറ്റ് ടു ബി ഹെൽത്തി എന്നാണ്. എനിക്ക് ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത്, എന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്റെ റൈറ്റ് ആണ്, എന്റെ അവകാശമാണ്. എന്റെ അവകാശത്തെ നിങ്ങൾ വളരെ മോശം രീതിയിൽ കൈയടത്തുകയാണ് ചെയ്തത്. അതിനെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യേണ്ടിയിരുന്നില്ലേ? ഈ 3 ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള വഴി നന്നാക്കണം എന്നുള്ള ഒരു ബോധത്തിലേക്ക് എത്തിക്കട്ടെ. അതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്